മാസങ്ങളായി ഈ പേര് നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ആ വാക്കിന്റെ അർത്ഥം അധികം ആർക്കും അറിയില്ല. മമ്മൂട്ടി കമ്പനിയുടെ 7ാമത്തെ ചിത്രമായ കളങ്കാവൽ ഇന്നലെ തിയേറ്ററുകളിൽ എത്തിയിരുന്നു. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തു വന്നപ്പോൾ മുതൽ തന്നെ ഈ പേരിന് ചുറ്റുമാണ് പ്രേക്ഷകർ. കുറുപ്പിന്റെ സഹതിരക്കഥാകൃത്തായ ജിതിൻ കെ ജോസ് ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് കളങ്കാവൽ. അതെ, എന്താണ് ഈ കളങ്കാവൽ? രൗദ്രഭാവമുള്ള പ്രതിഷ്ഠയെ ആരാധിക്കപ്പെടുന്ന ദേവീ ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകളിൽ ഒന്നാണ് ഈ കളങ്കാവൽ. തെക്കൻ തിരുവിതാംകൂറിലെ അമ്പലങ്ങളിൽ ഈ ചടങ്ങ് പ്രധാനമായും നടന്നു വരാറുള്ളത്. തിരുവിതാംകൂർ വെള്ളയായനി ക്ഷേത്രത്തിലെ കാളിയൂട്ട് ഉത്സവവുമായി ബന്ധപ്പെട്ടാണ് കളങ്കാവൽ നടക്കാറുള്ളത്. വെള്ളയായനി ക്ഷേത്രത്തിൽ മാത്രമല്ല, പച്ചല്ലൂർ, ആറ്റുങ്കൽ എന്നീ ക്ഷേത്രങ്ങളിലും കളങ്കാവൽ ചടങ്ങ് ആരാധിക്കുന്നുണ്ട്. കളത്തിൽ ദേവി അസുരനെ നിഗ്രഹിക്കുന്നതിന്റെ പ്രതീകാത്മകമായ ചടങ്ങാണ് ഇത്. ചിരിച്ചും ആക്രോശിച്ചും ഭക്തർക്കിടയിലൂടെ ഓടി നടക്കും. ഇതാണ് ദേവി. ഇത് വല്ലാത്തൊരു കാഴ്ചയാണ്. മമ്മൂട്ടിക്കൊപ്പം വിനായകനും ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നുണ്ട്. വിനായകൻ നായകനായി എത്തുമ്പോൾ സിനിമയിൽ വില്ലനായി എത്തുന്നത് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി ദാരികനും വിനായകൻ ഭദ്രകാളിയാകുമോ എന്ന് കണ്ടറിയാം.